Dear students, welcome to Learner's World. In this video, I'm going to talk about Kerala Model of Development Achievements and Challenges, Hub Pages, MDC Commerce and Entrepreneurship, third semester, Calcutta University. Summary of the Kerala Model of Development Achievements and Challenges. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസന മാതൃക, അതിൻ്റെ നേട്ടങ്ങളും വെല്ലുവിളികളും. The Kerala model of development is a much discussed approach that focuses on achieving high social development and living standards while maintaining a relatively low per capita income. അതായത് കേരളത്തിൻ്റെ വികസന മാതൃക അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് ലോ പെർ ക്യാപിറ്റ ഇൻകം വെച്ചിട്ട്, അതായത് വളരെ കുറഞ്ഞ പ്രതിശീർഷ വരുമാനം നിലനിർത്തിക്കൊണ്ട് ഉയർന്ന സാമൂഹിക വികസനവും അതുപോലെ ജീവിത നിലവാരവും ഒക്കെ കൈവരിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഈ ഒരു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അപ്രോച്ചാണ് ഈ ഒരു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദി കേരള മോഡൽ ഈസ് അട്രിബ്യൂട്ടഡ് ടു സെവറൽ കീ ഫീച്ചേഴ്സ്. അതായത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ, കേരള വികസന മാതൃകയുടെ ആ ഒരു നേട്ടങ്ങൾക്ക് കാരണമായിട്ടുള്ള കുറച്ച് സവിശേഷതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കേരള ഹാസ് ആൻ എക്സ്ട്രീംലി ആക്റ്റീവ് പൊളിറ്റിക്കൽ എൻവയറമെൻറ്റ് വിത്ത് ഹൈ പാർട്ടിസിപ്പേഷൻ ഇൻ ഇലക്ഷൻസ്. ദിസ് ലീഡ്സ് ടു കണ്ടിന്യൂസ് ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഇക്കോണമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് പോളിസീസ്. ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് ഉയർന്ന രാഷ്ട്രീയ ബോധമാണ്. അതായത് കേരളം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ എൻവയറമെൻറ്റുള്ള, അതായത് ഒരു രാഷ്ട്രീയ അറ്റ്മോസ്ഫിയറുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു പ്ലേസാണ് കേരള എന്ന് പറയുന്നത്. അതായത് ആളുകളൊക്കെ ഇലക്ഷനൊക്കെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉയർന്ന രാഷ്ട്രീയ ബോധം ഉള്ളതുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വികസന നയങ്ങളിലൊക്കെ മാറ്റം കൊണ്ടുവരാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത്, Kerala ranks first in the India on the Human Development Index HDI. Key indicators include high literacy rate, low maternal mortality rate and infant mortality rate. This is supported by a large portion of the population working abroad, leading to substantial foreign remittances. അടുത്ത് പറയുന്നത് HDI എന്ന് പറയുന്നത് മാനവവിഭവശേഷി സൂചികയാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്നത് നമ്പർ 1 ആണെന്നാണ് പറയുന്നത് എല്ലാ കാര്യത്തിലും. അതായത് ഈ മാനവവിഭവശേഷി സൂചികയിൽ റാങ്ക് 1 നിൽക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 1ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഹൈ ലിറ്ററസി റേറ്റ്, അതായത് ഉയർന്ന സാക്ഷരതാ നിരക്ക്, ലോ മാറ്റേണൽ മോർട്ടാലിറ്റി, മാതൃമരണ നിരക്ക് കുറഞ്ഞു, അതുപോലെ ലോ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് കുറഞ്ഞു. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഫോറിൻ കൺട്രികളിൽ, കേരളത്തിൽ ഭൂരിപക്ഷം ആളുകളും ഫോറിൻ കൺട്രികളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ സാമ്പത്തിക പിന്തുണയാണെന്നാണ് പറയുന്നത്. അവർ കേരളത്തിലേക്ക് ഒരുപാട് പണം അവർ അയക്കുന്നുണ്ട്. അവരുടെ ആ ഒരു പിന്തുണ കൂടിയുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ദ സർവീസ് സെക്ടർ കോൺട്രിബ്യൂട്ട്സ് ദ ഹയസ്റ്റ് ഔട്ട്പുട്ട് ടു ദ സ്റ്റേറ്റ്സ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GSDP, ഡോമിനേറ്റിംഗ് ദ ഇക്കോണമി ഡ്യൂ ടു ലിമിറ്റഡ് അഗ്രികൾച്ചർ ലാൻഡ് ആൻഡ് ലോ സ്കോപ്പ് ഫോർ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്തത്, സേവന മേഖലയുടെ ആധിപത്യം, സർവീസ് സെക്ടറിൻ്റെ ഡൊമിനേഷനാണ് ഇനി പറയുന്നത്. അതായത് നമ്മളുടെ കേരളം എന്ന് പറയുന്നത് പരിമിതമായിട്ടുള്ള, ലിമിറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ലാൻഡാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ വലിയ തോതിലുള്ള വ്യാവസായിക നിക്ഷേപത്തിനുള്ള സാധ്യത കുറവാണ്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ സംസ്ഥാനത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് സേവന മേഖലയാണ്, സർവീസ് സെക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സർവീസ് സെക്ടറിൻ്റെ ഒരു ഡൊമിനേഷൻ ഒരു ഫീച്ചറായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത്, കേരള ഈസ് notable for achieving a high standard of living with low per capita income. Basic needs and infrastructure like communication and healthcare function efficiently, a paradox given the income level. കേരള എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൻ്റെ നേട്ടങ്ങളിൽ എന്ന് പറയുന്നത് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. അതൊക്കെ ഒരു കുറഞ്ഞ പ്രതീക്ഷിച്ച വരുമാനം കൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് കുറഞ്ഞ ഈ ഒരു പെർ ക്യാപിറ്റ ഇൻകം കൊണ്ട് ഉയർന്ന ജീവിത നിലവാരം കൈവരിക്കുന്നവരാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട്
നമുക്ക് കമ്മ്യൂണിക്കേഷന്, അതുപോലെ നമ്മളെ ഹെൽത്ത് കെയർ, നമ്മളെ ആരോഗ്യ മേഖല തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ കാര്യക്ഷമമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ വരുമാനം വെച്ച് നോക്കുമ്പോൾ ഇതൊരു വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നുന്നതാണ് പറയുന്നത്. അതായത് ലോ പെർ ക്യാപിറ്റ ഇൻകം വെച്ചിട്ടാണ് നമ്മളുടെ ഹൈ സ്റ്റാൻഡേർഡ് ലിവിങ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, കമ്മ്യൂണിക്കേഷൻ ഇതിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ വിജയം കൈവരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇൻകം വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു പാരഡോക്സ് ആണ്, ഒരു വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നും. Despite its achievements, the model faces several criticism and challenges to its sustainability. അതായത് ഇപ്പം നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞു, ഈ അച്ചീവ്മെൻറ്റ്സ് പറഞ്ഞു. ഈ നേട്ടങ്ങൾക്കിടയിലും കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, വിമർശനങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. Kerala's growth is heavily reliant on the service sector. The manufacturing sector is weak due to factors like lower investment, less available land, and high population density discouraging industry investment. ഇത് നമ്മൾ പറഞ്ഞു, അച്ചീവ്മെൻറ്റ്സ് പറഞ്ഞു. ഇനി പറയുന്നത് ചലഞ്ചസ് ആണ്. അതിലൊന്നാണ് കുറഞ്ഞ നിക്ഷേപവും അതുപോലെ വ്യാവസായിക വളർച്ചയും. അതായത് കേരളത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് സർവീസ് സെക്ടറാണ്, സർവീസ് സെക്ടറിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. സർവീസ് സെക്ടറാണ് ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ. അപ്പോൾ കുറഞ്ഞ നിക്ഷേപം, അതുപോലെ ഭൂമിയുടെ ലഭ്യതക്കുറവ്, ലിമിറ്റഡ് അഗ്രികൾച്ചറൽ ലാൻഡ്, അതുപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ്, ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് ഉയർന്ന ജനസാന്ദ്രത തുടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സ് ഈ ഒരു വ്യവസായ നിക്ഷേപത്തെ ഡിസ്കറേജ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ. അതുമൂലം ഉൽപ്പാദന മേഖല, മാനുഫാക്ചറിങ്, ആ ഒരു മേഖല എന്താണ്, ദുർബലമായിട്ട് പോകുന്നതാണ് പറയുന്നത്. മാനുഫാക്ചറിങ് സെക്ടർ വീക്കാകുമെന്നാണ് പറയുന്നത്. ഓക്കെ. അതിൻ്റെ ഒരു ചലഞ്ചാണ്. അടുത്തത് വിത്ത് ലിമിറ്റഡ് സ്കോപ്പ് ഫോർ പ്രൈമറി ഔട്ട്പുട്ട്സ് ലൈക്ക് അഗ്രികൾച്ചർ, ദ സ്റ്റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അതേഴ്സ് ഫോർ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് എസ്പെഷ്യലി ഫുഡ്. അതായത് അഗ്രികൾച്ചറിലൊക്കെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ലാൻഡൊക്കെയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൃഷി പോലുള്ള പ്രാഥമിക ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആവശ്യ വസ്തുക്കൾക്ക്, അതായത് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന് പോലും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഇതൊരു ചലഞ്ചാണെന്നാണ് പറയുന്നത്. ഇത് എന്തിലേക്ക് നയിക്കും, അതായത് നമുക്കിടയിൽ രോഗാവസ്ഥ കൂടാനൊക്കെ ഇത് കാരണമാകും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഒരുപാട് ഡിസീസസ് ഒക്കെ ഉണ്ടാവാൻ കാരണമാകും. അടുത്തത്, this dependence coupled with changing lifestyles has led to increased consumerism and a rise in the morbidity rate, the state of having a disease. Okay, നമ്മൾ പറഞ്ഞു. Then while remittances contribute significantly to the economy, critic questions the sustainability of this financial support. അതായത് പിന്നീട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദേശ പണമയക്കൽ വഴിയുള്ള വളർച്ച നമുക്കൊരു ചലഞ്ചിങ് ആണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണെന്നാണ് പറയുന്നത്. അതായത് പണം അയക്കുന്നത് മൂലം നമ്മുടെ സമ്പദ് വ്യവസ്ഥക്ക് കാര്യമായിട്ടുള്ള സംഭാവന അതിലൂടെ നൽകുന്നുണ്ടെങ്കിലും ഈ സാമ്പത്തിക പിന്തുണയുടെ സുസ്ഥിരതയെ വിമർശകർ, അതായത് നമ്മുടെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് നമ്മളെ ഫിനാൻഷ്യൽ സപ്പോർട്ടിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യാൻ കാരണമാകും ഈ ഒരു വിദേശത്തു നിന്ന് വരുന്ന പണം. അടുത്തത്, the economy is highly vulnerable and can be severely affected by global financial crisis. Then recent studies indicate growing inequality and various types of discrimination, particularly against marginalized and urban poor sections. Many groups such as tribes and backward sections are excluded from the benefits of the Kerala model.
അടുത്തത് എന്താണെന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന അസമത്വം, ഇനിക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെയാണ് ഒരു ചലഞ്ചായിട്ട് വരുന്നത്. അതായത് റീസെൻറ്റ് സ്റ്റഡീസ്, അതായത് ഇപ്പോൾ നമ്മൾ സമീപകാല പഠനങ്ങൾ പറയുന്നത് ഒരുപാട് വേരിയസ് ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതായത് പെർട്ടിക്കുലർലി മാർജിനലൈസ്ഡ് ആൻഡ് അർബൻ പൂവർ സെക്ഷൻസ് ആണ്. അതായത് താഴേക്കിടയിലുള്ള വിഭാഗക്കാരെയാണ് കൂടുതൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്, വിവേചനം കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ, അതായത് ഇങ്ങനെ ഇവർക്കിടയിലുള്ള ഈ ഒരു ഡിസ്ക്രിമിനേഷനിലൂടെ, ഈ ഒരു വിവേചനത്തിലൂടെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ബെനഫിറ്റ്സ് ഇവർക്കൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആദിവാസികൾ, പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഇവർക്കൊക്കെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രയോജനങ്ങളിൽ നിന്നൊക്കെ ഇവരൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇവരൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് കണ്ടിന്യൂസ് ടു The Kerala model of development is one of the most discussed models of growth, prized for achieving higher standards of living with lower per capita income. It continues to face significant challenges related to economic sustainability and growing social inequality. അപ്പം നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചിട്ട്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ നേട്ടങ്ങൾക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചലഞ്ചസ് ഡിസ്കസ് ചെയ്തു, അതായത് വെല്ലുവിളികൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ പറഞ്ഞതാണ് ഇനീക്വാലിറ്റി ഒക്കെ. അതായത് ബാക്ക്വേർഡായിട്ടുള്ള ആളുകൾക്കിടയിൽ ഒക്കെയുള്ള ഒരു വിവേചനം മൂലം, ആദിവാസികൾ, മാർജിനലൈസ്ഡ് സെക്ഷൻസ്, ഇവർക്കിടയിലുള്ള ഒക്കെ ഈ വിവേചനം മൂലം ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, അവരുടെ ബെനഫിറ്റ്സുകൾ, അവരുടെ നേട്ടങ്ങൾ, അവരുടെ കാര്യങ്ങളൊന്നും ഇവരെ അതിൽ നിന്നൊക്കെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് അതൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. ലോവർ പെർ ക്യാപിറ്റ ഇൻകം വെച്ചിട്ട് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടിന്യൂസ് ടു ഫേസ് സിഗ്നിഫിക്കൻറ്റ് ചലഞ്ചസ് റിലേറ്റഡ് ടു ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗ്രോയിങ് സോഷ്യൽ ഇൻഇക്വാലിറ്റി. അതായത് ഇത് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, അതുപോലെ ഇൻഇക്വാലിറ്റി ഒക്കെയാണ് ഇതിൻ്റെ പ്രധാന ചലഞ്ചസ്